ഇന്നലെ അഹമ്മദാബാദിൽ സംഭവിച്ച വിമാനാപകടം നമ്മെ ഓരോരുത്തരെയും ഏറെ വേദനിപ്പിക്കുന്നതും നമുക്ക് പഠിക്കുവാൻ ഒരുപാട് പാഠങ്ങൾ കൈമാറുന്നതുമാണ്. ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ഇന്നലെ പലരും ആ വിമാനത്തിൽ കയറിയിട്ടുണ്ടായിരുന്നത്. ആ വിമാനത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ സംസാരിക്കേണ്ട ആളുകളുണ്ടായിരുന്നു. അവർക്ക് പങ്കെടുക്കേണ്ട യോഗങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് കാണാനുള്ള കുടുംബക്കാരുണ്ടായിരുന്നു. അവർ അറ്റൻഡ് ചെയ്യേണ്ട ഫംഗ്ഷനുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം സ്വപ്നം കണ്ട് തൻ്റെ ഭാവി ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വിമാനം കയറിയ ആളുകളാണ്. അവരുടെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും സന്തോഷങ്ങൾക്കുമൊക്കെ വിരാമമിട്ടുകൊണ്ട് നിമിഷങ്ങൾക്കകം ഒരു വലിയ അപകടമുണ്ടാവുകയും അതിലൂടെ അവരെല്ലാവരും യാത്രയാവുകയും ചെയ്തത്. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ അവസ്ഥ അങ്ങനെയാണ്. നമ്മൾ പലതും കണക്കുകൂട്ടും, നമ്മൾ പലതും വിചാരിക്കും, നമ്മൾ പല കാര്യങ്ങളും ആഗ്രഹിക്കും. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം എന്താണോ ആ തീരുമാനം മാത്രമാണ് ഏത് സമയത്തും നടക്കുക എന്ന വസ്തുത നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അല്ലയോ ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാം അല്ലാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ്, ആവശ്യക്കാരാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹു നമ്മെ ആശ്രയിക്കുന്നവനല്ല. അല്ലാഹുവിന് നമ്മുടെ ആരുടെയും ആശ്രയം ആവശ്യമില്ല, നിരാശ്രയനാണ്. എന്നാൽ നമ്മളെല്ലാവരും അള്ളാഹുവിനെ ആശ്രയിക്കുന്നവരാണ്, ആശ്രിതന്മാരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും പുതിയ സൃഷ്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യും. അത് അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായ ഒരു കാര്യമേ അല്ല എന്നാണ്. അപ്പൊ നമുക്ക് അള്ളാഹുവിനെ ആശ്രയിക്കാതെ ഒരു സെക്കൻഡ് സമയം പോലും ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സമകാലിക സംഭവങ്ങളെല്ലാം തന്നെ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുപക്ഷെ വിദ്യാഭ്യാസമുള്ളവരായിരിക്കാം, നമ്മൾ ഒരുപക്ഷെ അധികാരമുള്ളവരായിരിക്കാം, നമ്മൾ ഒരുപക്ഷെ ടെക്നോളജി നന്നായി കൈകാര്യം ചെയ്യുന്ന ആളുകളായിരിക്കാം. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തിന്റെ കൺട്രോൾ അത് നമ്മുടെ കയ്യിലല്ല എന്നും, മറിച്ച് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം മാത്രമാണ് ഈ ലോകത്ത് ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നത് എന്ന വസ്തുത നമ്മളെല്ലാവരും ഉൾക്കൊള്ളേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിൽ നിന്ന്, ഈ ഒരു വിമാനാപകടത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്. ഒന്നാമത്തെ പാഠം, മരണം ഒരിക്കലും നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നില്ല. മുന്നറിയിപ്പ് നൽകാതെയാണ് മരണം നമ്മെ പിടികൂടുന്നത് എന്നതാണ്. പല കാര്യങ്ങൾക്കും ഇന്ന് ഭൗതികമായി ഓരോ കാര്യങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിലൊക്കെ നമുക്ക് മുന്നറിയിപ്പ് കിട്ടാറുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണ് റീചാർജ് ചെയ്തത് കഴിയാനാകുമ്പോൾ അതിന്റെ കാലാവധി അവസാനിക്കുന്ന സമയത്ത് ഒരാഴ്ചക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു 4 ദിവസം മുമ്പ് നമുക്ക് മെസ്സേജ് വരാൻ തുടങ്ങും. ഇന്ന ദിവസം അവസാനിക്കും, ഇനി ഇത്ര ദിവസമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞ് മെസ്സേജുകൾ വന്ന് നമുക്ക് മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഫോണിന്റെ ബാറ്ററി പവർ കഴിയാ സമയത്ത് നമുക്ക് അലേർട്ട് മെസ്സേജുകൾ വരാറുണ്ട്. ഒരുപാട് വിഷയങ്ങളിൽ നമുക്ക് അലേർട്ട് മെസ്സേജ് വരാറുണ്ട്. പക്ഷെ നമ്മുടെ കാലാവധി ഇന്ന ദിവസമാണ് അവസാനിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജും നമുക്കാർക്കും വരാനില്ല. മറിച്ച് അത് ഏത് സമയത്തും അള്ളാഹു ഉദ്ദേശിച്ച സമയത്ത് അത് സംഭവിക്കും എന്നാണ്
പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അവിടെ ആ ഫ്ലൈറ്റിൽ കയറിയ ഒരാൾക്കും അറിയില്ലായിരുന്നു ഇത് അവരുടെ അവസാനത്തെ യാത്രയാണ് എന്ന്. ഇത് അവർ പല കാര്യങ്ങളും മുൻകൂട്ടി പ്ലാൻ ചെയ്തു പോകുമ്പോൾ അവർക്കറിയില്ലായിരുന്നു ഈ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നടക്കാനില്ല. ഇതെല്ലാം ഇതോടുകൂടെ, ഈ യാത്രയോടുകൂടെ എല്ലാം അവസാനിച്ചിരിക്കുന്നു എന്ന് ഒരാൾക്കും അറിയില്ലായിരുന്നു. അവരെ കാത്ത് അവരെ പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കും അറിയില്ലായിരുന്നു, അവർക്കും ഒരു മുന്നറിയിപ്പ് ലഭിച്ചിട്ടില്ല. ഇതോടുകൂടെ എൻ്റെ സുഹൃത്തുക്കളുടെ, എൻ്റെ മക്കളുടെ, എൻ്റെ കുടുംബക്കാരുടെ ജീവിതം ഇതോടുകൂടെ അവസാനിക്കുകയാണ് എന്ന്. സഹോദരങ്ങളെ, അതേപോലെ ഒരു മുന്നറിയിപ്പ് ലഭിക്കാതെ മരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ കയറി വരും എന്ന സത്യം ഉൾക്കൊള്ളാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. നിങ്ങൾ ഈ ഭൂമിയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? കഅന്നക ഗരീബ്, ഒരു സ്ട്രേഞ്ചറെ പോലെയാണ്, അപരിചിതനെ പോലെയാണ് നിങ്ങൾ ഇവിടെ ജീവിക്കേണ്ടത്. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്. എന്താണ് ഇതിന്റെ രണ്ടിന്റെയും പ്രത്യേകത? എന്താണ്? ഒരു സ്ട്രേഞ്ചറെ സംബന്ധിച്ചിടത്തോളം, ഒരു അപരിചിതനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രദേശത്ത് അയാൾ അപരിചിതനായി ജീവിക്കുന്നത് കുറച്ച് സമയം മാത്രമാണ്. കുറച്ച് സമയം മാത്രമേ അയാൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുകയുള്ളൂ. വഴിയാത്രക്കാരും അങ്ങനെ തന്നെയാണല്ലോ. നമ്മളൊരു ദൂരയാത്ര നടത്തുകയാണെങ്കിൽ ആ യാത്രക്കിടയിൽ ഏതെങ്കിലും സ്ഥലത്ത് ഒരല്പസമയം നമ്മൾ ഇറങ്ങി നിൽക്കുന്ന ആ ആയുസ്സാണ് യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ നമുക്കുള്ളൂ. അത്രയേ നമുക്കിവിടെ ജീവിക്കാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ചിന്താഗതിയോടുകൂടെ തന്നെ ജീവിക്കണം എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുമായിരുന്നു, ഇദാ അംസൈത് ഫലാ തൻതളിരി സ്വബാഹ്. നേരം വൈകിയാൽ നീ ഒരിക്കലും പ്രഭാതത്തെ നീ പ്രതീക്ഷിക്കരുത്. രാത്രി ആയി കഴിഞ്ഞാൽ നീ പകലിനെ പ്രതീക്ഷിക്കേണ്ട. കാരണം ആ പകലിലേക്ക് പ്രവേശിക്കാൻ കഴിയും എന്ന് ഉറപ്പ് നൽകാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. അതുകൊണ്ട് നീ ഒരിക്കലും പ്രദോഷമായി കഴിഞ്ഞാൽ നീ പ്രഭാതത്തെ പ്രതീക്ഷിക്കരുത്. അതേപോലെ തന്നെ വഇദാ അസ്ബഹത ഫലാ തൻതളിരിൽ മസാ. അതേ രാവിലെ പ്രഭാതമായി കഴിഞ്ഞാൽ നീ വൈകുന്നേരത്തെ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. വൈകുന്നേരം ഞാൻ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. വഖുദ് മിൻ സിഹ്ഹതിക് ലിമറദിക്. നിനക്ക് ആരോഗ്യമുള്ള സമയത്ത് നീ നന്നായി ചെയ്യണം. രോഗം വരുമ്പോൾ നിനക്ക് ചെയ്യാൻ കഴിയാത്തതിന്റെ പ്രശ്നം പരിഹരിക്കേണ്ടത് ആരോഗ്യമുള്ള സമയത്ത് നീ പ്രവർത്തിച്ചു കൊണ്ടാണ്. വമിൻ ഹയാതിക് ലിമൗതിക്. അതെ, നിന്റെ മരണത്തിന് മുമ്പ് നിനക്ക് ജീവിക്കാൻ കിട്ടിയ സാഹചര്യമുണ്ടല്ലോ, ജീവിക്കാൻ കിട്ടിയ അവസരമുണ്ടല്ലോ, ആ അവസരത്തിലാണ് നീ നന്നായി പ്രവർത്തിക്കേണ്ടത് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, ഇത് നമുക്ക് ലഭിച്ച ഒരു അവസരമാണ്. ഇപ്പോൾ നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ, ഇപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിൽ ഇത് നമുക്കൊരു അവസരമാണ്. ഈ അവസരം പാഴാക്കാതെ ഒരപരിചിതനെ പോലെ, ഒരു വഴിയാത്രക്കാരനെ പോലെ ഈ ഭൂമിയിൽ കൂടുതലൊന്നും ജീവിക്കാൻ എനിക്ക് സമയമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ പാഠം തൗബ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകും. മനുഷ്യ സഹജമാണ്, സ്വാഭാവികമാണ് തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്നുള്ളത്. പക്ഷെ ആ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുവാനും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുവാനും വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതില്ലാത്ത ജീവിതം ഒരിക്കലും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കറിയാം എത്ര സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്ന വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്തിരുന്ന കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് ഇനിയും സാധിച്ചിട്ടില്ല. അത്രയധികം സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആളുകളോട് പറഞ്ഞത്, യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറു ഫഇന്നി അതൂബു ഫിൽ യൗം 100 മറ. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. നിങ്ങൾ പാപമോചനം തേടണം. നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാൻ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. നിങ്ങൾ ചോദിക്കണം അള്ളാഹുവിനോട്, ഫഇന്നി അതൂബു ഫിൽ യൗം 100 മറ. ഞാൻ ഒരു ദിവസം 100ഓളം തവണ അള്ളാഹുവിനോട് തൗബ ചെയ്യാറുണ്ട്, ഖേദിച്ച് മടങ്ങാറുണ്ട് എന്നാണ്. അപ്പൊ അതുകൊണ്ട് നിരന്തരമായി നമ്മൾ ഖേദിച്ച് മടങ്ങുകയാണെങ്കിൽ ഏത് സമയത്ത് മരണം സംഭവിച്ചാലും നമുക്കൊരു പ്രശ്നം ഉണ്ടാകില്ല. സന്തോഷത്തോടുകൂടെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുമെന്നാണ്. അതുകൊണ്ട് നിരന്തരം തൗബ ചെയ്യുവാൻ
നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം നമ്മുടെ നമസ്കാരമാണ്. നമസ്കാരം കൃത്യമായി സമയബന്ധിതമായി നമസ്കരിക്കാൻ സാധിക്കണം. നമസ്കരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നും, നമസ്കരിക്കുന്നു ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല എന്നും പറയുന്ന രൂപത്തിലുള്ള നമസ്കാരമായി ഒരിക്കലും നമ്മുടെ നമസ്കാരം മാറരുത്. നമ്മൾ എന്തിനാണ് നമസ്കരിക്കുന്നത്? ആളുകളെ കാണിക്കാനാണോ? അല്ലെങ്കിൽ ഞാൻ നമസ്കരിക്കുന്നവനാണ് എന്ന് പറയാനാണോ? അല്ല, ഇതിനൊന്നുമല്ല നമ്മൾ നമസ്കരിക്കുന്നത്. അള്ളാഹു നമസ്കരിക്കാൻ പറഞ്ഞു, നമ്മൾ നമസ്കരിക്കുന്നു. അള്ളാഹു എങ്ങനെയാണോ നമസ്കരിക്കാൻ പറഞ്ഞത് അതേപോലെ തന്നെ നമസ്കരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സമയമായാൽ ഇനിയും സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ നമസ്കാരത്തെ ഒരിക്കലും പിന്തിപ്പിക്കരുത്. നമുക്കറിയാം, അപകടങ്ങളിൽ മരണപ്പെടുന്ന ആളുകൾ സമയമായിട്ടും നമസ്കരിക്കാതെ നീട്ടി വെച്ചിട്ടാണ് അവർ മരണപ്പെടുന്നത് എങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ കൃത്യമായി സമയബന്ധിതമായി നമസ്കരിക്കുകയാണെങ്കിൽ നമ്മുടെ പാപങ്ങൾ ഒരുപാട് അള്ളാഹു നമുക്ക് പുറത്തു തന്നുകൊണ്ടേയിരിക്കും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കാണ്, അറഅയ്തും ലൗ അന്ന നഹ്റൻ ബിബാബി അഹദികും യഗ്തസിലു ഫീഹി കുല്ല യൗമിൻ ഖംസ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടിന്റെ മുന്നിൽ ഒരു പുഴയുണ്ട്. ആ പുഴയിൽ നിന്ന് നിങ്ങൾ എല്ലാ ദിവസവും 5 തവണയായി നിങ്ങൾ കുളിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും അഴുക്ക് അയാളുടെ ശരീരത്തിൽ അവശേഷിക്കുമോ? ഒരാൾ 5 തവണ ഇങ്ങനെ പുഴയിൽ ഇറങ്ങി കുളിക്കാണ്. അങ്ങനെ കുളിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ വല്ല അഴുക്കും അവശേഷിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. അവർ പറഞ്ഞു, സഹാബികൾ പറഞ്ഞു, ഇല്ല പ്രവാചകരെ, ഒരിക്കലും ഉണ്ടാവില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഫദാലിക മിസ്ല സ്വലവാത്തിൽ ഖംസ്. അതേപോലെയാണ് 5 വക്ത് നമസ്കാരം, 5 നേരത്തെ നമസ്കാരം അതേപോലെയാണ്. യംഹുല്ലാഹു ബിഹൽ ഖതായ. അള്ളാഹു ആ നമസ്കാരത്തിലൂടെ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. നമ്മളെ ജീവിതത്തിൽ വരുന്ന പാപങ്ങളൊക്കെ 5 സമയം നമ്മൾ കൃത്യമായി ആത്മാർത്ഥമായി നമസ്കരിക്കുകയാണെങ്കിൽ ആ നമസ്കാരത്തിലൂടെ അള്ളാഹു നമുക്ക് പുറത്തു തരും എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നാലാമത്തെ കാര്യം, നമ്മൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ നമ്മൾ അള്ളാഹുവിന് നന്ദി കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ ഒരുപാട് കുറവുകൾ ഉണ്ടാകും. പക്ഷെ നമ്മളെക്കാൾ കുറവുകളുള്ള എത്രയോ ആളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മളെക്കാൾ കഴിവുകളുള്ള ഒരുപാട് ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു. അവർക്ക് ജീവിക്കാൻ പോലും കൂടുതൽ അവസരം ലഭിക്കാതെ ഈ ലോകത്തോട് യാത്രയായിരിക്കുന്നു. നമുക്കിന്ന് ശ്വസിക്കാൻ കഴിയുന്നുണ്ട്, നമുക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട്. സംസാരിക്കാൻ കഴിയാത്തവരാണെങ്കിൽ അവർക്ക് മറ്റു രൂപത്തിൽ ആശയവിനിമയങ്ങൾ നടത്താൻ കഴിയുന്നുണ്ട്. നമുക്ക് ഭക്ഷണം ലഭിക്കുന്നുണ്ട്, നമുക്ക് താമസിക്കാൻ സൗകര്യങ്ങളുണ്ട്. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ സഹായിക്കുവാനും സപ്പോർട്ട് ചെയ്യാനും ആളുകളുണ്ട്. ഈ അവസരത്തിൽ ഇതിന് നമുക്ക് നന്ദി കാണിക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും ഇതിലധികം അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചതിൽ നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ലഅസീദന്നകും, നിങ്ങൾക്ക് ഇനിയും കൂടുതൽ അള്ളാഹു നൽകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്ക് ലഭിച്ച കാര്യങ്ങൾക്ക് നമുക്ക് നന്ദി കാണിക്കാൻ കഴിയണം. എപ്പോഴും നമുക്ക് അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയണം. അള്ളാഹുനാകുന്നു സർവസ്തുതിയും എന്ന് ആത്മാർത്ഥമായി പറയാൻ കഴിയണം. നമ്മൾ രാത്രി ഉറങ്ങി രാവിലെ എണീക്കാണ്. എത്രയോ ആളുകൾ എണീക്കാൻ കഴിയാതെ അവർ മരണപ്പെട്ടു. അല്ലെ, ഈ വിമാന അപകടം സംഭവിക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ആ വിമാനം പതിച്ച സ്ഥലത്ത് അവിടെ ജീവിക്കുന്ന ആളുകൾ എന്തെങ്കിലും ഒരു കാലത്ത് ഞങ്ങളുടെ തലയിലേക്ക് വിമാനം വീണ് ഞങ്ങളൊക്കെ മരണപ്പെടും എന്ന് വിചാരിക്കാത്ത ആളുകളാണ് സഹോദരങ്ങളെ അവിടെ മരണപ്പെട്ടിട്ടുള്ളത്. എത്രയോ തവണ ഫ്ലൈറ്റ് യാത്ര നടത്തി ആ യാത്രയിലൊന്നും ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുമെന്ന് വിചാരിച്ച ആളുകളല്ല യഥാർത്ഥത്തിൽ അവിടെ മരണപ്പെട്ടിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് എപ്പോഴാണ് മരണപ്പെടുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിൽ ഈ രാത്രി നമ്മൾ ഉറങ്ങുമ്പോ നാളെ പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേറ്റ് സാധാരണത്തെ പോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കും എന്ന് ഉറപ്പു പറയാൻ നമുക്ക് കഴിയില്ലെങ്കിൽ
അവിടെ നമുക്ക് ജീവിക്കാൻ അവസരം നൽകിയ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ നമുക്ക് സാധിച്ചാൽ അത് അള്ളാഹുവിന് നന്ദി കാണിക്കലാണ്. ഏത് സമയത്തും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കുക, നമ്മൾ പഠിക്കുക എന്നാണ്. അഞ്ചാമത്തെ കാര്യം, നമ്മുടെ ആഖിറത്തിന് വേണ്ടി നമ്മൾ ഇപ്പോൾ തന്നെ ഒരുങ്ങുക. പല ആളുകളും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇനിയും ചെയ്യാം, ഇനിയും അവസരങ്ങളുണ്ട് എന്നാണ് പറയാറുള്ളത്. ഇനിയും അവസരങ്ങളുണ്ടല്ലോ. ഇപ്പൊ സാമ്പത്തികമായ ശേഷിയുണ്ട്, ആരോഗ്യമുണ്ട്, ഒരു ഹജ്ജ് ചെയ്യണം. പക്ഷേ അയാൾ വിചാരിക്കുകയാണ് ഇനിയുണ്ടല്ലോ സമയം, അടുത്ത വർഷം പോകാം, അല്ലെങ്കിൽ അതിന്റെ അടുത്ത വർഷം പോകാം. നമസ്കാരത്തിന് വേണ്ടി ആളുകളെ നിർബന്ധിക്കുമ്പോൾ, നിർബന്ധമാണ് നമസ്കാരം എന്ന് പഠിപ്പിക്കുമ്പോൾ ആളുകൾ പറയാറുള്ളത് അടുത്ത് കുറച്ച് കഴിയട്ടെ, കുറച്ച് കഴിഞ്ഞാൽ നാം നമസ്കരിക്കാം എന്നാണ്. ആരാണ് നമുക്ക് ഉറപ്പ് നൽകിയത് കുറച്ചു കഴിഞ്ഞാൽ ഈ കർമ്മങ്ങൾ ചെയ്യാൻ നമ്മളൊക്കെ ജീവനോടുകൂടെ ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്ന്? ഒരാൾക്കും ഉറപ്പ് തരാൻ കഴിയില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ഒരു കാര്യവും നീട്ടിവെക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണ് കുറവുകൾ ഉള്ളത്, ആ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും. നമ്മൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കാത്തവരാണോ? നമസ്കാരം കൃത്യമായി നിർവഹിക്കണം. അള്ളാഹുവിനോട് ദീർഘമായി പ്രാർത്ഥിക്കാത്തവരാണോ? അള്ളാഹുവിനോട് ദീർഘമായി പ്രാർത്ഥിക്കണം. സ്വതക്കുകളും മറ്റു ദാനധർമ്മങ്ങളും ചെയ്യാൻ മടി കാണിക്കുന്നവരാണോ? നിർബന്ധമായും അത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാതെ പരിശുദ്ധ ഖുർആനുമായി ഒരു ബന്ധമില്ലാത്തവരായി ജീവിക്കുന്നവരാണോ നമ്മൾ? ഖുർആൻ ദിവസേന പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ എവിടെയൊക്കെ നന്മകൾ കൊണ്ട് നമ്മുടെ ജീവിതം ഫില്ല് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ അവിടെയൊക്കെ നന്മകൾ കൊണ്ടുവന്ന് തിന്മകളെയൊക്കെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കണം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് പരലോകത്തിനു വേണ്ടി ഒരുങ്ങുവാൻ നമുക്ക് കഴിയുന്നത്. ഞാൻ ഇന്ന് മരണപ്പെട്ടാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് മാത്രം ചിന്തിച്ചാൽ മതി നമുക്ക് നമ്മുടെ ജീവിതം എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് ബോധ്യപ്പെടുവാൻ. അതുകൊണ്ട് ആ ഒരു ബോധ്യത്തോടുകൂടെ ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് എപ്പോൾ മരണപ്പെട്ടാലും സന്തോഷത്തോടുകൂടെ മരണപ്പെടാനും അതോടൊപ്പം പരലോകത്ത് സ്വർഗ്ഗം ലഭിക്കുവാനുള്ള മാർഗം. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.